വലിയ തോതിലുള്ള രക്ഷാദൌത്യമാണ് അവിടെ പുരോഗമിക്കുന്നത്. സൈന്യവും നേവിയും ഉൾപ്പെടെയുള്ള സംഘം അവിടെ തെരച്ചിൽ നടത്തുന്നു. ബൈജു സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ദിവസത്തെ തെരച്ചിലിൽ നമുക്ക് അർജുനിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ. ബൈജു, ഈ തലകീഴായി കിടക്കുന്ന ലോറിയാണ്, അല്ലെങ്കിൽ ലോറി ആ തരത്തിലാണ് കിടക്കുന്നതെന്നുള്ള സോണാർ ഇമേജ്, ആ ഒരു ഫലം ഒക്കെ ലഭ്യമായത് ഇന്നത്തെ പരിശോധനയിലാണോ? കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ തന്നെ അത്തരം ചെറിയ വിവരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ, അല്പസമയം മുമ്പാണ് ഒരു ബൂം മെഷീൻ കൂടി അകത്തേക്ക് പോയത്. 2 ബൂം മെഷീൻ ഒരേ സമയത്ത് പ്രവർത്തിപ്പിക്കുന്നു. വലിയ തോതിലുള്ള വളരെ വേഗത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് എൽദോ നടക്കുന്നത്. എന്തായാലും അർജുനെ കണ്ടെത്തുക എന്ന അവസാന ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ ശിരൂർ സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, അർജുന്റെ ബന്ധുക്കൾ, അർജുന്റെ സുഹൃത്തുക്കൾ, അർജുനെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേർ ഇപ്പോൾ അത് കാത്തിരിക്കുന്നു ആ വിവരം അറിയാൻ. അതിനുവേണ്ടി തന്നെയാണ് നമ്മളും ഇവിടെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ആ വിവരങ്ങൾ കൃത്യമായി എത്തിക്കുക എന്നതുകൊണ്ട് ആയാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയ റഡാറും സോണാറും ഒക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പല സ്ഥലങ്ങളും കണ്ടെത്തിയിരുന്നു. ഇനി ഈ ലോറി ഏതായാലും കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി അത്തരത്തിലുള്ള കൂടുതൽ തെരച്ചിലിന് ഒരു പ്രസക്തി ഇല്ല. ഈ ലോറി എങ്ങനെ പുറത്തേക്ക് എടുക്കാം, ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ, ആ 2 ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ ഇതിന്റെ ഈ പുഴയൊക്കെ ഇത്തരത്തിൽ ഇവർ പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ചുറ്റുപാടുമൊക്കെ പരിശോധിക്കുന്നുണ്ട്. അടിയൊഴുക്കിന്റെ എത്രത്തോളം ദുഷ്കരമാണ് എന്ന് നമുക്ക് അവരുടെ വാക്കുകളിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അത്രത്തോളം പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് രക്ഷാദൌത്യ സംഘാംഗങ്ങൾ വരെ നമ്മോട് പങ്കുവെക്കുന്നത്. വലിയ പ്രതീക്ഷയുടെ വാക്കുകളാണ്. AKM അഷ്റഫ് MLA ഉൾപ്പെടെ ഉള്ളവർ ഈ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. ഇനി അല്പസമയത്തിനകം ഇപ്പോൾ ഏറ്റവും ഒടുവിലായ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എൽദോ.